അതാണ് നമ്മളെ ബാലകൃഷ്ണേട്ടൻ. ഓ നമ്മളെ ചങ്ക്. മൂന്നാമത്തെ പ്രാവശ്യം അപ്പം സംസ്ഥാന മൂന്നാമത്തെ അതായത് 40 വർഷമായിട്ട് നമ്മുടെ ബാലകൃഷ്ണേട്ടൻ വണ്ടി ഓടിക്കുന്നത് 3 പ്രാവശ്യം ഏറ്റവും മികച്ച ഡ്രൈവർക്കുള്ള അവാർഡ് കിട്ടിയതാണ്. പിന്നെ കൊയിലാണ്ടി ഒരുവിധം ഡോക്ടർമാർ ആരൊക്കെ കൊയിലാണ്ടിയിൽ ഒരുവിധം ഡോക്ടർമാർ എഞ്ചിനീയർമാരെല്ലാം കളക്ടർ വരെ വണ്ടി പഠിപ്പിക്കുകയും ഓരോ വണ്ടിയിലൊക്കെ ഡ്രൈവറായിട്ട് പോകുന്ന കൊയിലാണ്ടിക്കവരുടെ സ്വന്തം ക്യാമ്പി ജഡ്ജി. കോഴിക്കോട് ജില്ലേൻ്റെ ജഡ്ജി. ആദ്യം ഞങ്ങൾ എസ്പിൻ്റെ വണ്ടി തുടക്കത്തിൽ വണ്ടിയിലൊക്കെ പോയിട്ടുണ്ട് അല്ലേ? അനീഷിനാണ് ലൈസൻസ് എടുത്തത്. 40 വർഷം മുന്നേ ടാക്സി ക്ലീനറായി ഡ്രൈവറായതാ. പിന്നെ ലൈസൻസ് എടുക്കാം, പിന്നെ ഡ്രൈവിംഗ് സ്കൂൾ മാഷായി. അങ്ങനെയാ വന്നത്. KM ബീച്ച് അതിൽ നമുക്ക് സിനിമാ ഫീൽഡിൽ നമ്മൾ കൈതപ്രസാറുണ്ട് അല്ലേ? പിന്നെ കൈതപ്രസാർ വിളിച്ച് വില്ലൻ രവീന്ദ്രൻ മലയാള സിനിമയിലെ വില്ലൻ മാമക്കൊല്ലിയുടെ ഡ്രൈവറായിട്ട്. അത് ഇയാൾ സകലകലാ വല്ലഭനാണ്. ഏറ്റവും മികച്ച ഡ്രൈവറാണ്. 40 കൊല്ലമായിട്ട് 3 പ്രാവശ്യം നമ്മൾ ഏറ്റവും മികച്ച ഡ്രൈവർക്കുള്ള അവാർഡ് കിട്ടി. അപ്പം നമ്മുടെ കൊയിലാണ്ടിയിൽ ഒരുവിധം മറ്റേ എഞ്ചിനീയർമാരും ഡോക്ടർമാരൊക്കെ മൂപ്പരാണ് വണ്ടി ഓടിക്കാനും മൂപ്പര് വണ്ടിയിൽ പോക്കും അല്ലേ? നമ്മളടുത്ത സുഹൃത്താട്ടോ ബാലകൃഷ്ണേട്ടൻ. അപ്പോൾ എല്ലാവരും ബാലകൃഷ്ണേട്ടന് ഒരു അഭിനന്ദനം പറയാം അല്ലേ ബാലകൃഷ്ണേട്ട? അപ്പോൾ പുതിയ ഡ്രൈവർമാരില്ലേ, ഇപ്പം പുതിയ ഡ്രൈവർമാരോട് എന്താ പറയാനുള്ളത്? പുതിയ ഡ്രൈവർമാരെന്ന് വെച്ചാൽ നിയന്ത്രണമില്ലാത്ത പോക്ക. ഇപ്പോൾ ഒരു ആൾക്കാർ നടന്നു, കുറച്ച് ആൾക്കാർ കുറച്ച് നല്ല ഇത് വരുന്നത്, പക്ഷെ കുറേ ആൾക്കാർ ഇപ്പം എന്താ ചെയ്യുക വെച്ചാൽ നടന്നു പോകുന്ന ഈ പാത ഇല്ലേ, ഫെബ്രുവരിയൊക്കെ ഇപ്പോൾ ഒരു പ്രായമുള്ള ഒരാളങ്ങനെ നടന്നു പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർ പറപ്പിച്ച് വന്ന് അവരെ വിഷമിപ്പിക്കും, വേണേൽ തട്ടി അങ്ങനത്തെ വരുത്താണ് ദൂരേന്ന് കാണുമ്പോൾ ആയിരിക്കും ഒരാൾ കടക്കുക ഈ ആസ്പത്രീൻ്റെ അടുത്തൊക്കെ. പക്ഷേ ഒന്ന് ഹൈ സ്പീഡിൽ വരും. അതാണ് കുട്ടികളുടെ കുറേ കുട്ടികളുടെ കുറച്ച് ബാക്കിയുള്ള ബോധമുള്ള ആൾക്കാർ തന്നെയുണ്ട്. ഒരു നല്ല ഡ്രൈവർക്ക് വേണ്ടി ഗുണം എന്താണ് ബാലകൃഷ്ണേട്ടൻ? ഗുണം വെച്ചാൽ നല്ല പെരുമാറ്റം, വളരെ ശ്രദ്ധിച്ച് യാത്രക്കാരെ കൊണ്ടുപോവുക, അവരെ ഇഷ്ടാനുസരണം നിന്ന് അവരെ സ്നേഹം പിടിച്ചു പറ്റി അവരെ ഒരു കുടുംബം പോലെ അവരെ കൊണ്ടുപോകും. അപ്പോൾ ഓക്കെ ബൈ. താങ്ക് യു ബാലകൃഷ്ണേട്ടാ. ബൈ ബൈ.